കേസിൽ ഇനിയും നേരം വെളുക്കാത്ത ചിലരുണ്ട്, വിസ്മയിപ്പിക്കുന്ന ചിലർ. വളർത്തി വലുതാക്കിയ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിട്ടു. പാർട്ടിയിൽ പോരാടി ചെറുപ്രായത്തിൽ രാഹുലിനെ MLA ആക്കിയ VD സതീശനും കൈവിട്ടു. കോൺഗ്രസ് പാർട്ടി രാഹുലിനെ പുറത്താക്കി. അടഞ്ഞ അധ്യായമെന്ന് KPCC പറഞ്ഞു. എന്തിന്? മരണം വരെ രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി പോരാടുമെന്ന് പറഞ്ഞ രാഹുൽ ഈശ്വർ പോലും ഇന്ന് കോടതിയിൽ മാപ്പ് പറഞ്ഞു. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിടാത്ത ഒരു കൂട്ടരുണ്ട്. ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? സൈബറിടത്തിലെ മുസ്ലിം ലീഗ് അണികൾ. അവർ പോരാടുകയാണ്, നിർത്താതെ തളരാതെ രാഹുലിന് വേണ്ടി പോരാടുകയാണ്. 6000-ഓളം സമൂഹ മാധ്യമ ഗ്രൂപ്പുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 6000 അക്കൗണ്ടുകൾ. നോക്കൂ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ അക്കൗണ്ടുകൾ ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടെ നിങ്ങൾക്ക്? കേസും കോടതിയും അവിടെ നിൽക്കട്ടെ, ആ പുറത്തു വന്ന ചാറ്റുകൾ കണ്ടിട്ടും കരഞ്ഞു പറയുന്ന ആ പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ടും നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലേ? കോൺഗ്രസിന് പോലുമില്ലാത്ത സ്നേഹം എന്തിനാണ് യൂത്ത് ലീഗിന് രാഹുൽ മാങ്കൂട്ടത്തിലിനോട്? പരാതി ആദ്യം വന്നപ്പോൾ കോൺഗ്രസ് രാഹുലിന് വേദികൾ നിഷേധിച്ചിരുന്നു. ആ സമയത്തും ലീഗാണ് രാഹുലിനെ ചേർത്ത് പിടിച്ച് വേദികൾ നൽകിയത്. പാലക്കാട് സാദിഖലി തങ്ങളാണ് രാഹുലിന്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചതെന്ന് പറഞ്ഞത് PMA സലാമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരിക്കലും അടിത്തട്ടിലെ അണികളായിരുന്നില്ല, മറിച്ച് സൈബർ അണികളായിരുന്നു. മണ്ണിലിറങ്ങി പണിയെടുത്ത നേതാവായിരുന്നില്ല ഒരിക്കലും രാഹുൽ. റീൽസ് നായകനായിരുന്നു. നായകൻ ഒളിവിൽ പോയിട്ടും അണികൾ റീൽസ് ഇട്ട് തളരുന്നില്ല. ആരെങ്കിലും ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല രാഹുലിനെതിരെ കേസെന്ന്.